ഫസ്റ്റ് ഓൺ കണ്ണൂർ വിഷൻ. മാതമംഗലം വെള്ളോറയിലെ കോൺഗ്രസ് പ്രവർത്തകന്റെ കൊലപാതകത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവ്. ആഭ്യന്തര വകുപ്പാണ് ഉത്തരവിറക്കിയത്. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറിയായിരുന്ന പി സാജേഷിന്റെ കൊലപാതകത്തിലാണ് തുടരന്വേഷണം. പോലീസ് കേസ് അട്ടിമറിച്ചുവെന്ന സഹോദരന്റെ പരാതിയിലാണ് തുടരന്വേഷണത്തിന് തീരുമാനമായത്. മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, 2010 നടന്ന കൊലപാതകത്തിലാണ് ഇപ്പോൾ തുടരന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത്. പോലീസ് കേസ് അട്ടിമറിച്ചു എന്നാണ് സഹോദരൻ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? കൃഷിദു 16 വർഷം മുമ്പ് നടന്ന കൊലപാതകത്തിലാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായത്. മാതമംഗലം വെള്ളോറ സ്വദേശിയും പയ്യന്നൂർ ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയുമായിരുന്ന പി സാജേഷിന്റെ കൊലപാതകത്തിലാണ് തുടരന്വേഷണം വേണം എന്ന് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. പോലീസ് ഈ കേസ് അട്ടിമറിച്ചു എന്ന് കാട്ടി സാജേഷിന്റെ സഹോദരൻ പി ജയരാജൻ നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് ഈ കേസിൽ തുടരന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് DGPയും ഉത്തരവിറക്കി കഴിഞ്ഞു. ക്രൈംബ്രാഞ്ച് DYSP അനിൽകുമാറിനാണ് ഇതിന്റെ അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. 2010 ജൂൺ 16 രാത്രിയാണ് വെള്ളോറയിൽ വെച്ച് സാജേഷിന് വെട്ടേറ്റത്. 17 ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. CITU CPM പ്രവർത്തകരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് ജയരാജൻ കോടതിയിൽ ട്രയലിനിടെ മൊഴി നൽകിയത്. കേസ് പോലീസ് അട്ടിമറിച്ചു എന്ന ആക്ഷേപവും ജയരാജൻ ഉയർത്തി. തെറ്റായ കാര്യങ്ങൾ FIR-ൽ പറഞ്ഞു. കേസിൽ 2 പേരെ മാത്രം അറസ്റ്റ് ചെയ്തു. ബാലകൃഷ്ണൻ, അനീഷ് എന്നിവരാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. എന്നാൽ മുഖ്യപ്രതികളെ കേസിൽ ഉൾപ്പെടുത്തിയില്ലെന്നും ജയരാജൻ ആരോപിച്ചു. ഈ രാഷ്ട്രീയ പ്രേരിത കൊലപാതകത്തെ സദാചാര അക്രമമാക്കി ചിത്രീകരിച്ചാണ് പോലീസ് കേസെടുത്തത്. യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കം ഇതിൽ നടന്നു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി. FIR ഇട്ടപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തി എന്നും ഭീഷണിപ്പെടുത്തിയാണ് തന്നെ അതിൽ ഒപ്പുവെപ്പിച്ചത് എന്നും ജയരാജൻ പറഞ്ഞു. ഈ കോടതിക്ക് നൽകിയ മൊഴിയും ജയരാജന്റെ പരാതിയും ഒക്കെ പരിഗണിച്ചാണ് ഇപ്പോൾ ഈ തുടരന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വെട്ടേറ്റ സഹോദരൻ സാജേഷിനെ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി അക്രമം നടന്ന സ്ഥലത്ത് CPM-ന്റെയും CITU-വിന്റെയും നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേരെ കണ്ടിരുന്നു. ഏതാണ്ട് 15ഓളം പേരെ അവിടെ കണ്ടിരുന്നു എന്ന് ജയരാജൻ വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊന്നും തന്നെ പക്ഷേ ഈ പോലീസ് കേസ് ഡയറിയിൽ രേഖപ്പെടുത്തിയില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി അദ്ദേഹം ഉയർത്തുന്നുണ്ട്. പേരിന് 2 പേരെ പ്രതിയാക്കി അവരെ അറസ്റ്റ് ചെയ്തു. കേസ് അട്ടിമറിക്കുകയാണ് ചെയ്തത്. രാഷ്ട്രീയ പ്രേരിതമായ ഒരു കൊലപാതകം നടന്നു. ആ കൊലപാതകത്തെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ച് കുടുംബത്തെ ആകെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കേസാക്കി അത് മാറ്റി തുടങ്ങിയ ഗുരുതരമായ ആക്ഷേപമാണ് ഇപ്പോൾ ജയരാജൻ ഉയർത്തുന്നത്. ഇതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടായില്ല. നേരത്തെ പലവട്ടം ഇത് സംബന്ധിച്ച് പരാതികൾ നൽകി. മുഖ്യമന്ത്രിമാരായിരുന്ന VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പരാതി നൽകി. ആ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളൊരു ആക്ഷേപം ഉയർത്തി. പക്ഷേ അതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല. തുടർന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകി. തുടർന്ന് ലോക്കൽ പോലീസിൽ നിന്ന്, പെരിങ്ങോം പോലീസിൽ നിന്ന് ആ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ പിന്നീടും ആ കേസിന്റെ നാൾവഴികൾ നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള കൃത്യമായ ഇടപെടലും ആ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആഭ്യന്തര വകുപ്പ്, അതായത് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതിന് ശേഷവും അക്കാര്യത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ ആ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നൊരു ആക്ഷേപം കൂടി ജയരാജൻ ഉന്നയിച്ചു. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് വീണ്ടും പരാതി നൽകിയത്. ഇതിലാണിപ്പോൾ തുടരന്വേഷണം വേണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുള്ളത്. എന്തായാലും ആ അന്വേഷണം ഉടൻ തന്നെ തുടങ്ങുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കേസിന്റെ ട്രയൽ ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 3-ൽ നടന്നു വരികയാണ്. തുടരന്വേഷണ തീരുമാനം ക്രൈംബ്രാഞ്ച് കോടതിയെ അടുത്ത ദിവസം തന്നെ അറിയിക്കുകയും ചെയ്യും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കേസിന്റെ അട്ടിമറിയുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കോടതിയിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ജയരാജൻ ഈ ട്രയലിനിടെ കൃത്യമായി തന്നെ വിവരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. കൃഷ്ണേന്ദു.